ഓപ്പോ റെനോ 14 പ്രോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. വാ. അപ്പോൾ ഇത് റെനോ 14 പ്രോ രണ്ടും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഈ പച്ച കളറാണ് ഇഷ്ടമായത്. ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് റെനോ 14 വരുമ്പോൾ 6.6 ഇഞ്ചും 14 പ്രോ വരുമ്പോൾ 6.8 ഇഞ്ചും വരുന്നത്. രണ്ടും AMOLED സ്ക്രീനാണ്. 120 Hz റിഫ്രഷ് റേറ്റും കൊടുക്കുന്നുണ്ട്. 14 ഡയമൻസിറ്റി 8350 ചിപ്സെറ്റും 14 പ്രോയിൽ ഡയമൻസിറ്റി 8450 ചിപ്സെറ്റും വരുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനകത്തും 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഉണ്ട്, 50 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്, 3.5x ഒപ്റ്റിക്കൽ സൂമും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. പിന്നെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും ഇതിനകത്ത് 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും വരുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ രണ്ടിലും 50 മെഗാപിക്സലാണ് വരുന്നത്. വീഡിയോയുടെ കാര്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും 4K വീഡിയോ 60 FPS എല്ലാ ക്യാമറയിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6000 mAh ബാറ്ററിയും ഇതിൽ 6200 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിന്റെ വയർഡ് ചാർജിംഗ് ആണ് രണ്ടിലും വരുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണും ഈ വരുന്ന ജൂലൈ 3 ലോഞ്ച് ആവും.